സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാമ കയ്യിൽ മുറിവൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഈ സമയം അമൃത അരിയിലേക്ക് വരിക. എന്തു പറ്റി ഷാമേ, എന്താ മുറിവിൽ വേദന വല്ലതും ഉണ്ടോ? ഒന്നുമില്ലേട്ടത്തി. മോൾ ഇവിടുന്ന് പോയിട്ട് കുറേ നേരമില്ലേ? അവളിതുവരെ വിളിച്ചില്ലല്ലോ. ഇനി വഴിയിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണോ? എൻ്റെ ഷാമേ, മോളിപ്പോൾ പോയിട്ട് കുറച്ച് നേരം ആവുന്നതല്ലേ ഉള്ളൂ. അവർ വീട്ടിലെത്തണ്ടേ? എങ്ങനെ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ടെൻഷൻ ആവാൻ തുടങ്ങിയാലോ? അന്നേരം ക്ഷമ പറയണേ, ഏട്ടത്തി ഞാൻ ഇതിനു മുമ്പ് കണ്ട സ്വപ്നങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏട്ടത്തി അതൊന്നും കാര്യമാക്കിയില്ല. അതൊക്കെ മോളോടുള്ള എൻ്റെ സ്നേഹം കാരണം എനിക്ക് തോന്നുന്നതാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? അതെല്ലാം ഭഗവാനായിട്ട് എൻ്റെ മുമ്പിൽ കാണിച്ചിരുന്ന സൂചനകളാണ്. മരണം അവളുടെ പിന്നാലെ തന്നെയുണ്ട്. കൊലയാളി അവളുടെ ജീവൻ എടുക്കാനായിട്ട് പുറകെ തന്നെ കൂടിയിരിക്കുകയല്ലേ. അതാരാണെന്ന് എത്ര പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അന്നേരം അമൃത പറയുന്നുണ്ട്, എന്നാണെങ്കിലും രാധികയ്ക്ക് ഒന്നും പറ്റാതെ രക്ഷിക്കാൻ ഭഗവാനും ശ്യാമയൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ കരുതലും ഇടകിടന്ന് രാധികയ്ക്കൊന്നും സംഭവിക്കില്ല. ഈ സമയം ക്ഷമ പറയണേ, എന്താണെങ്കിലും ഞാൻ മോളെ അങ്ങോട്ട് വിളിച്ചു നോക്കാം. അവരുടെ ശബ്ദം കിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് ഫോൺ എടുത്തതും രാധികയുടെ കോള് വരുവാണ്. ദേ മോളെ വിളിക്കുന്നത്. ആ അത് ശരി, അമ്മ മനസ്സിൽ കണ്ടപ്പോൾ മോളത് മാനത്ത് കണ്ട് വിളിക്കുവാണല്ലോ. അങ്ങനെ സന്തോഷത്തോടെ ക്ഷമ ഫോൺ എടുക്കുക. ആ മോളെ, ഞാൻ ഇപ്പം മോളുടെ കാര്യം വിചാരിച്ചതേ ഉള്ളൂ. അവതേട്ടത്തിൽ പറയുമായിരുന്നു. മോളെ, പോകുന്ന വഴിക്ക് നിങ്ങളാരും ഫോളോ ഒന്നും ചെയ്തില്ലല്ലോ? പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു പ്രശ്നമില്ല. മാഡം അതും ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നെനിക്ക് മാഡത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു പോകുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ അവിടെ തന്നെയാണ് കേട്ടോ. അതെനിക്കറിയാം മോളെ. മാഡം കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കണം. ആവശ്യമില്ലാത്ത ടെൻഷനും ഭയവും ഒന്നും വേണ്ട കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ കെട്ടൊക്കെ പൊട്ടിച്ച് കളയണം. പഴയ ഫിദ മാഡം ഇട്ട് വരണം. ആയിക്കോട്ടെ, മോള് സൂക്ഷിക്കണം. നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി പുറത്തേക്ക് പോകുമ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. മാഡം പേടിക്കണ്ട, വരണം എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇന്നും വരണം കൂടെ ഉണ്ടായില്ലേ? എന്നിട്ടും സംഭവിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് മോള് കണ്ടതല്ലേ? മാഡം, ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കാ എന്നോട് ഇത്ര വൈരാഗ്യം? അതിന് മാത്രം എന്ത് തെറ്റും ഞാൻ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അന്നേരം രാധികയോട് ക്ഷമ പറയണേ, മോള് വിഷമിക്കാതിരിക്കുക. കുറ്റവാളി ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാലല്ലേ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു, എന്തിനാ അയാൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ നോക്കുന്നത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഈ സമയം രാധിക പറയണേ, മാഡം അമൃത മാഡം ഉണ്ടോ ഒരിക്കൽ? ആ ഉണ്ട്. എന്നാലേ ഫോണിന്ന് സ്പീക്കറിലിട്ടെ, എനിക്ക് അമൃത മാഡത്തോടൊരു കാര്യം പറയണം. മോൾക്കെന്തോ സംസാരിക്കണമെന്ന്. അങ്ങനെ ഫോൺ സ്പീക്കറിലിടുക. ആ പറഞ്ഞോ രാധികേ. അമൃത മാഡം ഫിദ മാഡത്തിന് കൃത്യമായിട്ട് മരുന്നൊക്കെ കൊടുക്കണേ. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ അവസ്ഥയിൽ ചില പിടിവാശികളൊക്കെ ഉണ്ടാവും. അങ്ങനെ മരുന്ന് കഴിക്കാതിരിക്കുകയോ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്താലേ ഉടനെ എന്നെ വിളിച്ചോ. എന്നിട്ട് ഞാനപ്പോൾ തന്നെ അങ്ങോട്ട് വരും. അമ്മ പറയുന്നത് മോൾ അനുസരിക്കാറില്ലേ? അതുപോലെ മോൾ പറയുന്ന കാര്യങ്ങൾ അമ്മയും അനുസരിക്കണം, അല്ലെങ്കിൽ ഞാൻ വന്ന് അനുസരിപ്പിക്കും. അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ശ്യാമയും അമൃതയും. ഈ സമയം ശ്യാമ ചോദിക്കുന്നുണ്ട്, അല്ല മോള് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാലേ വേഗം പോയി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നേരത്തെ കിടന്നുറങ്ങ്. ഇന്ന് രാവിലെ തൊട്ട് സ്റ്റുഡിയോയിലും പിന്നീട് അതിനുണ്ടായ സംഭവങ്ങൾ തുടർന്ന് ഹോസ്പിറ്റലിലൊക്കെ ആകെ ക്ഷീണിച്ചല്ലേ. അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങും. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഈ പറഞ്ഞ കാര്യങ്ങളെ ഈ പറഞ്ഞ ആൾക്ക് ബാധകമാണ്. മാഡം നേരത്തെ കിടന്നുറങ്ങണം കേട്ടോ. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം അമൃത ചോദിക്കണേ, ഇപ്പോൾ ടെൻഷനും ഭയമൊക്കെ മാറിയില്ലേ? ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിനെയും ഗൗതത്തിനെയും അജിത്തിനെയും ഒക്കെയാണ് കേട്ടോ. ഈ സമയം അജിത്ത് ചോദിക്കണേ, ബെഞ്ചമിൻ എന്താ ഇത്? തുടരെ പരാജയങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തന്നിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗൗതമിൻ്റെ അച്ഛൻ ചന്ദ്രശേഖരനും വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണിപ്പോൾ. എന്നിട്ടും അവരിൽ നിന്നും തനിക്ക് ആവശ്യപ്പെടുന്ന കൃത്യമായിട്ടുള്ള പണം ഞാൻ മേടിച്ചു തരുന്നുണ്ട്. എന്നിട്ടും അതിനുള്ളൊരു റിസൾട്ടും കാണാതാവുമ്പോൾ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? തുടരെ രാധികയെ കൊല്ലാനായിട്ട് ഓരോന്ന് ചെയ്തിട്ട് അതിലെല്ലാം തോറ്റു തുന്നമ്പാടിയിലേ വരുന്നത്. അന്നേരം ബെഞ്ചമിൻ പറയണേ, ഇന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അവളെൻ്റെ എയിമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയായിരുന്നു. പക്ഷേ എവിടുന്നു ആ നാശം പിടിച്ച സ്ത്രീ കയറി വന്ന് എല്ലാം കുളമാക്കി. അന്നേരം ഗൗതം പറയണേ, അവളുടെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്. അവളെ രക്ഷിക്കാനായിട്ട് ആ ഫിദ മാഡത്തിൻ്റെ രൂപത്തിലോ വാളിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിലോ ഒക്കെ ആരെങ്കിലും വന്നുകൊണ്ടിരിക്കും. ഞങ്ങളും എത്ര തവണ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതാ. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പരാജയം മാറിയത് അവൾക്കുള്ള ഈ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അന്നേരം അജിത്ത് പറയണേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ദൈവാനുഗ്രഹം ഉള്ളവരെല്ലാം ജീവിച്ചിരിക്കണമെന്നാണെങ്കിൽ ഇപ്പോൾ മണ്ണിലിടയിൽ പോയ എത്രയോ പേര് ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കേണ്ടി വരും. ഇതൊന്നുമല്ല, മറ്റെന്തെങ്കിലുമാണ്. ദൈവം കണ്ടെടുക്കുന്ന ഒരു സമയം വരും. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. IACP ആണെങ്കിൽ കൊലയാളിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അയാളുടെ കൂടെയുള്ള 2-3 പേരെ ചാക്കിട്ട് പിടിക്കാൻ ഞാൻ ശ്രമിച്ചതാ. പക്ഷേ കൂടെയുള്ള എല്ലാവരുടെയും പ്ലാസ്റ്ററിട്ട് ഒട്ടിച്ചിരിക്കുമല്ലേ IACP. അതുകൊണ്ട് തന്നെ ഒരു വിവരവും എനിക്കറിയാൻ പറ്റുന്നില്ല. ആ പോലീസുകാരൻ തൻ്റെ തൊട്ടരികിലെത്തിയോ എന്തോ. അതുകൊണ്ട് ബെഞ്ചമിൻ തൽക്കാലം താനിവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് തൻ്റെ സേഫ്റ്റിക്കും ഞങ്ങളുടെ സേഫ്റ്റിക്കും നല്ലത്.
ഈ സമയം ഗൗതം പറയണേ, ബെഞ്ചമിൻ, ആദ്യം എനിക്ക് തന്നിൽ ചെറിയ വിശ്വാസക്കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, താൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ട് അവളിങ്ങനെ ഓരോ പ്രാവശ്യവും തൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത്. തൽക്കാലം സാറ് പറഞ്ഞതുപോലെ താനൊന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കാം. എനിക്കും ഒരു മാറ്റം അനിവാര്യമാണ്. ഒരേ രീതിയിൽ വരുണിൻ്റെ അധികം വിശ്വാസം നേടിയെടുക്കുകയും അതോടൊപ്പം അവരുടെ ജീവൻ എടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിൽ അവരുടെ വിശ്വാസം നേടിയെടുക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ എനിക്കിപ്പോൾ നല്ല സ്വാധീനമുണ്ട്. അത് കേട്ടിട്ട് അച്ഛത്ത് ചോദിക്കണേ, അവരുടെ രണ്ടുപേരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? താനെന്താ ഇലക്ഷന് നിൽക്കാൻ പോകുന്നുണ്ടോ? അന്നേരം ബെഞ്ചമിൻ പറയണേ, എന്താണെങ്കിലും ഗൗതമിൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ സാറിനും ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കും. അതിനൊരു ചെറിയ ഇടവേള എടുക്കുവാണ് ഞാൻ. എനിക്ക് ചില പ്ലാനിങ്ങുകളും മറ്റും നടത്താനുണ്ട്. അടുത്ത തവണ എൻ്റെ പ്ലാനിങ്ങിൽ ഒരു വീഴ്ച പോലും ഉണ്ടാവില്ല. ഇത്തരം നിങ്ങൾ കാത്തിരുന്ന് കേട്ടതുപോലെയുള്ള വാർത്തയായിരിക്കില്ല ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുവാണ്ടോ ഗൗതം. പിന്നീട് കാണിക്കുന്നത് വരുൺ നടന്ന സംഭവങ്ങളെല്ലാം പരമേശ്വരനോട് പറയുവാണ്. അതെല്ലാം കേട്ട പരമേശ്വരൻ ഞെട്ടുക. എന്തൊക്കെയാണ് കേൾക്കുന്നത്? അത്രയ്ക്കും വൈരാഗ്യമുള്ളത് ആർക്കാണ്? രാധിക മോളുടെ ജീവനെടുക്കാൻ ഇപ്പോൾ 2-3 മർഡർ അറ്റംപ്റ്റുകളായാലേ നടക്കുന്നത്. അതിന് മാത്രം അത്രയും വലിയ ശത്രു ആരാ ഉള്ളത്? ഇനി തിരുമേനികളുടെ ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. നമ്മുടെ ബിസിനസ്സിലുള്ള ശത്രുക്കളാണെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യേണ്ടത് നിന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ രാധികയെ ടാർഗറ്റ് ചെയ്യുന്നു. ഇനി ഇതിന് പിന്നീട് നമുക്കറിയാത്ത വല്ല കഥകളും ഉണ്ടാകുമോ? നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തി ഉണ്ടാകുമോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ കൽപ്പനയും ഉർവശിയും പ്രിയങ്കയും കുട്ടിയോടെ എത്തുന്നത്. നോക്ക്, നിന്റെ ഭർത്താവ് നിൽക്കുന്നുണ്ടോ? നീ ചെന്ന് അവൻ്റെ അരികിൽ പോയി മസാല ദോശ വേണമെന്ന് പറ. അതുപോലെ പച്ചമാങ്ങിയും പറ. അവനെ ഇപ്പം അച്ഛൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ നിന്നോട് ദേഷ്യപ്പെടുകയൊന്നുമില്ല. വാങ്ങിത്തരുമോ? പിന്നല്ലാതെ. ഈ സമയത്ത് നിനക്കിതൊക്കെ വാങ്ങിത്തരേണ്ടത് നിന്റെ ഭർത്താവല്ലേ? നീ ചെന്ന് ചോദിക്കും. ചെല്ല്. അങ്ങനെ പറഞ്ഞ പ്രിയങ്കയെ വരണിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം സുകുമാരിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ? അവളെ മസാല ദോശയും പച്ചമാങ്ങയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വരണിൻ്റെ അരികിലേക്ക് വിട്ടിരിക്കുക. അച്ഛനുള്ള വരണേ അവനധികം പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അത് കൊള്ളാം എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ അവർക്കൊപ്പം മറിഞ്ഞു നിന്ന് കാഴ്ച കാണുവാണ്. ഈ സമയം വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്ടോ പ്രിയങ്ക. അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും വരുണും പരമേശ്വരനും ദേഷ്യത്തോടു കൂടി നിൽക്കുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ, എനിക്ക് മസാല ദോശ വേണം, പച്ചമാങ്ങയും വേണം. മേടിച്ച് തരുമോ? നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല, എനിക്ക് മസാല ദോശ വേണം. എനിക്ക് വാങ്ങിച്ചതാ. ഞാൻ ഗർഭിണിയല്ലേ, എൻ്റെ വയറ്റിലെ കുഞ്ഞിന് ഇതൊക്കെ വേണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വരുണിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുമ്പോൾ വരുൺ ദേഷ്യത്തിൽ പ്രിയങ്കയെ തള്ളുവാണ്ടോ. ഈ സമയം പ്രിയങ്ക ബഹളം വെക്കുക. എനിക്ക് മസാല ദോശ വേണം എന്നും പറഞ്ഞ് കരയുവാണ്. എന്നിട്ട് മുത്തശ്ശീനെയൊക്കെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും കൽപ്പന ഉർവശിയൊക്കെ അങ്ങോട്ടേക്ക് വരിക. എന്താ പറ്റിയത് പ്രിയങ്കയെ? അന്നേരം വരുൺ പറഞ്ഞേ, അത് ശരി, അപ്പോൾ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് 3 പേരും കൂടി ഇവിടെ മറഞ്ഞു നിൽക്കുമായിരുന്നല്ലേ? എന്താ വരുണീ പറയുന്നത്? ഞങ്ങൾ പ്രിയങ്കയുടെ കരച്ചിൽ കേട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാ. ഈ സമയം സുകുമാരിയമ്മ പ്രിയങ്കയോട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ജയഭാരതിയും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, എനിക്ക് മസാല ദോശ വേണം, വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് വാങ്ങി തരുന്നില്ല. അത്രേ ഉള്ളൂ. ഇവൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നടത്തി കൊടുക്കേണ്ടതേ ഇവളുടെ കൊച്ചിൻ്റെ അച്ഛനായ നീ തന്നെയാണ്. അവൾ പിന്നെ നിന്നോടല്ലാതെ വേറെ ആരോട് വന്ന് പറയും? അന്നേരം പരമേശ്വരൻ സുകുമാരിയോട് പൊട്ടിത്തെറിക്കണേ, നിങ്ങൾ നിർത്തുന്നുണ്ടോ? മര്യാദയ്ക്ക് ഇവളെ കുട്ടി അകത്തേക്ക് കയറിപ്പോവും. അത് ശരി, അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലേ? എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണല്ലേ? അന്നേരം പരമേശ്വരൻ വീണ്ടും പറയണേ, നിങ്ങളോടല്ലേ പറഞ്ഞത് അകത്തേക്ക് കയറിപ്പോകാൻ? ഈ സമയം വരുൺ പറയണേ, ഇവരോടൊക്കെ മര്യാദ കുറഞ്ഞാൽ കേൾക്കില്ല, നല്ല അടിവെച്ച് കൊടുക്കാൻ വേണ്ടത്. അങ്ങനെ പറഞ്ഞ് വരുൺ ദേഷ്യത്തിൽ പ്രിയങ്കയുടെ അരികിലേക്ക് പോകുമ്പോൾ ജയഭാരതി അമ്മ തൊടയണേ, മോനെ വേണ്ട, ഇവരുടെ മനസ്സിലിരിപ്പും അത് തന്നെയാണ്, നിന്നെ പ്രകോപിപ്പിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. എന്നാലല്ലേ ഇവരാഗ്രഹിക്കുന്നത് പോലെ പോലീസും കേസുമായിട്ട് നടന്ന് നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താൻ പറ്റൂ. തൽക്കാലം അതിനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കണ്ട. എന്നിട്ട് മുത്തശ്ശി പറയണേ, നിങ്ങൾ രണ്ടാളും എന്ത് കാണാൻ നിൽക്കുവാണ്? സുകുമാരിയെ തല്ലാനേ നിയമപരമായ തടസ്സങ്ങളുള്ളൂ. നിങ്ങളെ തല്ലാനേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ടെങ്കിൽ രണ്ടും കയറി പോകാൻ നോക്ക്. അന്നേരം അവർ രണ്ടാളും റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ജയഭാരതി പറയണേ, സുകുമാരി, കൂട്ടുകക്ഷികൾ 2 പേരും പോയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കെന്താ നേർക്കുനേരെ മുട്ടാം. എനിക്കിപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. എന്താ ഒന്ന് മുട്ടി നോക്കുന്നുണ്ടോ? ഈ സമയം സുകുമാരി പ്രിയങ്കേനെ കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അന്നേരം വരുൺ പരമേശ്വരനോട് പറയണേ, സോറി അച്ഛാ. എന്തിനാടാ? ഭ്രാന്തുള്ളവർ ഇതുപോലെ പല ഭ്രാന്തും കാണിക്കും. നീ അതൊന്നും മനസ്സിലെടുക്കണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് വരുൺ ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് റൂമിലെത്തി സുകുമാരിയും പ്രിയങ്കയും കൽപ്പനയും ഉർവശിയൊക്കെ സന്തോഷിച്ചിരിക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയാണെങ്കിൽ കൈയൊക്കെ കുട്ടി തുള്ളിച്ചാടുക. അതാണിപ്പോൾ കൽപ്പന പറയണേ, കണ്ടില്ലേ മുത്തശ്ശി,
വരന് പണിയെടുത്തപ്പോഴുള്ള അവളുടെ സന്തോഷം. അന്നേരം സുകുമാരി പറയണേ, മോളെ ഇനി ഇതുപോലെ മുത്തശ്ശി പറയാനൊന്നും കാത്തിരിക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും അവൻ്റെ അരികിലേക്ക് ചെല്ലണം. ഇതുപോലെ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അന്നേരം കൽപ്പന പറയണേ, അതേ പ്രിയങ്കെ, ഇനി നീ അവൻ്റെ ഒപ്പം പുറത്തു പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണം. അവൻ സമ്മതിച്ചില്ലെങ്കിൽ അത് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കണം. പിന്നെ വരണിൻ്റെ അധികം കൂടി പുറത്തു പോകുമ്പോൾ നീയും കൂടെ പോകണം. അവരൊന്നിച്ച് പുറത്തേക്ക് വിടാനേ പാടില്ല. അതിന് വണ്ടിയുടെ മുമ്പിൽ കിടന്നിട്ടാണെങ്കിലും ശരി ആ യാത്ര മുടക്കണം. പിന്നെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും നീ ഇടയിൽ കയറി ചെല്ലണം. രണ്ടും തിന്നാതെ പട്ടിണി കിടക്കുവാണെങ്കിൽ കിടക്കട്ടെ എന്ന്. നീ എന്നാൽ നേരത്തെ കിടന്നുറങ്ങിക്കോ. മുത്തശ്ശി കുറച്ച് വൈകി ഉറങ്ങിയാൽ മതി. അതെന്താ അങ്ങനെ? മറ്റൊന്നുമല്ല, മുത്തശ്ശിയുടെ തലേൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐഡിയകൾ കിട്ടുമല്ലോ. മുത്തശ്ശി അങ്ങനെ അവർക്ക് പണിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കും. അതൊക്കെ കാണുന്നതല്ലേ ഞങ്ങൾക്കൊരു സന്തോഷം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ മുത്തശ്ശി, കാണിമംഗലത്തുള്ള മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ കാര്യം വിട്ടുകളയല്ലേ? ഇല്ല മോളെ, ഇവർക്കുള്ള പണി മുത്തശ്ശി കരുതി വെച്ചിട്ടുണ്ട്. നീ വാതിലടക്ക്, നേരത്തെ കിടക്കാം. നാളെ നമുക്ക് ഇവർക്കുള്ള അടുത്ത പണി കൊടുക്കാനുള്ളതല്ലേ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വരനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി വരണിൻ്റെ അരികിലെത്തുവാണ്. അന്നേരം വരൻ പറയണേ, എന്തൊരവസ്ഥയാണ് മുത്തശ്ശി ഇത്? അച്ഛൻ്റെ മുമ്പിൽ ആകെ നാണം കിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു. ഇതൊക്കെ കണ്ട് എങ്ങനെ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്? രണ്ടെണ്ണത്തിനും തല്ലടിച്ച് പുറത്താക്കിയ വേണ്ടത്. എടാ വരുൺ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ നീ ചെയ്താലേ അതിനുവേണ്ടി കാത്തിരിക്കുവാണ് അവർ. നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. അത് വെച്ച് നമ്മുടെ കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തും. നിന്നെ ജയിലിൽ കയറ്റും. തൽക്കാലം നമ്മുടെ ഭാഗത്തുനിന്ന് അതിരുവിട്ട പ്രവൃത്തികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അന്നേരം വരൻ പറയണേ, രാധികയെ പോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ആയതുകൊണ്ട് ഈ പ്രതിസന്ധി എനിക്കിപ്പോൾ മറികടക്കാൻ പറ്റുന്നത്. മറ്റേതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നെ വിട്ടിട്ട് പോയാനേ. സംശയത്തിൻ്റെ മുറയിലല്ലേ എന്നെ നിർത്തൂ. അന്നേരം മുത്തശ്ശി പറയണേ, നിനക്ക് രാധികയെ തന്നെ ഭാര്യയായിട്ട് കിട്ടിയില്ലേ? അത് നിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ്. അവൾ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. സുകുമാരി പ്രിയങ്കയും കൂടി നിന്നോട് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നീ മനസ്സിൽ കുറിച്ചിട്ട് വെച്ചോ. എല്ലാത്തിനും ഞാൻ നിന്നെ കൊണ്ട് തന്നെ കണക്ക് ചോദിപ്പിച്ചിരിക്കും. അത് ജയഭാരതി അമ്മയുടെ വാക്കാടാ. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്ന അവരെന്നെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്